ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 15-ാം അധ്യായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇതുവരെ യഹൂദന്മാർ മാത്രം അടങ്ങിയിരുന്ന സഭയിൽ നിന്നും സഭയുടെ സ്വഭാവം ഒന്ന് മാറാൻ പോവുകയാണ്. സഭയിൽ ജാതികൾ അംഗങ്ങളായി തീരുന്നു. ഇതിനോടകം തന്നെ പല സഭകളിലും ജാതികളായവർ ഉണ്ട്, നമ്മളത് കേട്ടു. എന്നാൽ ഈ ജാതികളായ വിശ്വാസികൾ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്നും പരിച്ഛേദന ഏൽക്കണമെന്നും നിർബന്ധം പിടിക്കുന്ന ചില ആളുകൾ യഹൂദിയിൽ നിന്ന്, ഒരുപക്ഷെ യെരുശലേം സഭയിൽ നിന്ന് തന്നെ വന്ന് അന്ത്യോക്യയിലും മറ്റുമുള്ള ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനെതിരെ അപ്പോസ്തലന്മാരും അന്ത്യോക്യ സഭയുടെയും യെരൂശലേം സഭയുടെയും മൂപ്പന്മാരും എന്ത് തീരുമാനമെടുത്തു, അതിൻ്റെ ഔട്ട്കം, ആ പ്രശ്നം കൊണ്ട് എന്ത് പരിണിത ഫലമുണ്ടായി എന്നും 15-ാം അധ്യായത്തിൽ കാണുന്നു. ഇതാണ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പല ആളുകളും പറയുന്നുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ, ഇതിൻ്റെ അനന്തരഫലമായി ഒരു എഴുത്ത് അപ്പോസ്തലന്മാർ എഴുതിയില്ലായിരുന്നെങ്കിൽ യഹൂദന്മാർക്കൊരു സഭയെന്നും ജാതികൾക്ക് വേറൊരു സഭയും എന്ന നിലയിൽ ആയേനെ. അതുണ്ടായില്ല. നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരൂശലേമിലെത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. പൗലോസിനെയും ബർന്നബാസിനെയും അയച്ചത് അന്ത്യോക്യയിലെ സഭയാണ്. ഈ അന്ത്യോക്യയിലെ സഭ ഇതിനു മുമ്പ് അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജാതികളുടെ ഇടയിലേക്ക് അയച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ യെരൂശലേമിലേക്ക് അയക്കുന്നു. എന്തിനു വേണ്ടി? ഈ പരിച്ഛേദനയുടെ വിഷയത്തിൽ, ന്യായപ്രമാണം അനുസരിക്കേണ്ട വിഷയത്തിൽ യെരൂശലേം സഭയിലെ മൂപ്പന്മാരും പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരും എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നറിയുവാൻ വേണ്ടി. അവർ അങ്ങനെ യാത്ര ചെയ്തപ്പോൾ അവർ ഫൊയ്നീക്കയിലും ശമരിയിലും കൂടി കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. ശമരിയയിൽ സഭയുണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഫിലിപ്പോസ് അവിടെ പോയി പ്രസംഗിച്ചാണ് അവിടെ ഒരു സഭയുണ്ടായത്. നാം അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിൽ അത് വായിച്ചു. സ്തേഫാനോസിൻ്റെ നിമിത്തമുണ്ടായ ഉപദ്രവം നിമിത്തം അനേക യഹൂദ വിശ്വാസികൾ പലയിടത്ത് ചിതറിപ്പോയതായി നാം വായിക്കുന്നു. ചിതറിപ്പോയവർ വചനം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു എന്ന് നാം വായിച്ചു. അങ്ങനെയാണ് ഫൊയ്നീക്കയിൽ ആ പ്രദേശത്തൊക്കെ സഭകളുണ്ടായത്. പൗലോസും ബർന്നബാസും യെരൂശലേമിലേക്ക് പോകുന്ന വഴി അവർ ശമരിയിലും ഫൊയ്നീക്കയിലുമുള്ള സഭകളിൽ പോയി അവരുടെ മിഷണറി യാത്രയെക്കുറിച്ച് പറഞ്ഞു. എന്ന് വെച്ചാൽ അന്ത്യോക്യയിൽ നിന്നും ഏഷ്യ മൈനറിലേക്ക് അവർ സുവിശേഷവുമായി പോയി അവിടെ ജാതികൾ വിശ്വസിച്ച കാര്യം ഈ ഫൊയ്നീക്കയിലും ശമരിയിലുമുള്ള സഭകളിൽ പറഞ്ഞു. അവിടെയുള്ള ആളുകൾ, ജാതികൾ മാനസാന്തരപ്പെട്ടു എന്ന് കേട്ട് വളരെയധികം സന്തോഷിച്ചു. ഇനി യെരൂശലേമിലെ സഭ ഔദ്യോഗികമായി പരിച്ഛേദനയെക്കുറിച്ചും ജാതികളായ വിശ്വാസികളെക്കുറിച്ചും എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ പല സഭകളും ജാതികളെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് ലൂക്കോസ് വളരെ പ്രാധാന്യം നൽകി എഴുതുന്നു. ഇനി അവർ യെരൂശലേമിൽ വന്നപ്പോൾ അവർ ചെയ്ത കാര്യം നാം വായിക്കുന്നു. അവർ വന്ന് ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തത് എന്താണെന്നാണ് പറഞ്ഞത്. യെരൂശലേമിൽ അവർക്ക് നല്ല സ്വീകരണം കിട്ടി. അത് കഴിഞ്ഞ് അവർ സംസാരിച്ചപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് പറയുന്നതിന് പകരം ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തത് എന്താണ് എന്നാണ് അവർ പറഞ്ഞത്.
പലപ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം നമുക്കവിടെ കാണാൻ കഴിയില്ല. ആളുകൾ ചെയ്തതിനെക്കുറിച്ചാണ് പലപ്പോഴും പുകഴ്ത്തി പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥ ദൈവവേല എന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പൗലോസിനും ബർന്നബാസിനും ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തൊക്കെയായിരിക്കും ഇവർ പറഞ്ഞത്? അതിൻ്റെ വിശദീകരണം ലൂക്കോസ് ഇവിടെ പറയുന്നില്ല. അവരുടെ യാത്ര തുടങ്ങി ആദ്യം പോയത് കുപ്രോസ് ദ്വീപിലാണ്, എന്ന് പറഞ്ഞാൽ സൈപ്രസ്. ആ ദ്വീപിൽ കൂടി അവർ കടന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു സമർത്ഥനായ ദേശാധിപതി ഉണ്ടായിരുന്നു. എന്നാൽ അയാളുടെ കൂടെ തന്നെ ഒരു യഹൂദനായ കള്ളപ്രവാചകനുണ്ടായിരുന്നു. എലീമാസ് എന്നായിരുന്നു അയാളുടെ പേർ. അയാൾ ഈ ദേശാധിപതിയുടെ വിശ്വാസം തടുക്കാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് അത് മനസ്സിലാക്കി അവനെ ശപിക്കുകയും അവൻ അന്ധനായി തീരുകയും ചെയ്തു. ഈ കാര്യം പറഞ്ഞു കാണും. അതുപോലെ അതിനുശേഷം പിസിദ്യയിലുള്ള അന്ത്യോക്യയിൽ അവരെത്തി. അവിടെ ജാതികൾ സുവിശേഷം കേൾക്കുകയും അവർ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അത് വലിയൊരു സംഭവമായിരുന്നു. ജാതികളായ ആളുകൾക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കി എന്ന് നാം വായിക്കുന്നു. പിന്നെ അവർ ഇക്കോനിയിൽ ചെന്നു. അവിടെ സുവിശേഷം കേട്ട ആളുകളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ഇക്കാര്യം അവർ പറഞ്ഞു കാണും. പിന്നെ അവർ ലുസ്ര എന്ന സ്ഥലത്ത് അവർ വന്ന് ഒരു മുടന്തന് സൗഖ്യം നൽകി. നിങ്ങൾ ഓർക്കുമല്ലോ, യോഹന്നാനും പത്രോസും യെരുശലേം ദേവാലയത്തിൽ ഒരു മുടന്തന് സൗഖ്യം നൽകിയതാണ്. അതുപോലെ പൗലോസും ബർന്നബാസും ലുസ്രയിൽ ഒരു മുടന്തന് സൗഖ്യം നൽകി. സൗഖ്യം നൽകിയ ഉടനെ അവിടെയുള്ള ആളുകൾ ഇവർ ദേവന്മാരാണെന്ന് പറഞ്ഞ് അവരെ ആരാധിക്കുവാനൊക്കെ തുടങ്ങി. അവിടെ യഹൂദന്മാരായ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം ജാതികളായ ആളുകൾ ആയിരുന്നു, പരിച്ഛേദന ഏൽക്കാത്ത ആളുകളായിരുന്നു. എന്നാൽ അവരോട് പൗലോസ് സുവിശേഷം പറഞ്ഞു, നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് പറഞ്ഞതായി നമ്മൾ വായിക്കുന്നു. ആ കാര്യം പൗലോസ് പറഞ്ഞു കാണും. അത് കഴിഞ്ഞ് യഹൂദന്മാർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ലുസ്രയിൽ പ്രശ്നമുണ്ടാക്കി. ആ നാട്ടുകാർ പൗലോസിനും ബർന്നബാസിനും എതിരെ തിരിഞ്ഞു. പൗലോസിനെ കല്ലെറിഞ്ഞു. പൗലോസ് മരിച്ചുപോയി എന്ന് വിചാരിച്ചു. അവനെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. അത് കഴിഞ്ഞ് ശിഷ്യന്മാർ ചുറ്റും നിന്നപ്പോൾ പൗലോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതായി നാം വായിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബർന്നബാസും പൗലോസും യെരുശലേമിലെ സഭയിൽ പറയുകയാണ്. ഇവരുടെ റിപ്പോർട്ട് കേട്ടപ്പോൾ കേട്ടിരുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി. ജാതികൾക്ക് ദൈവം വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. എന്നാൽ ഇത് കേട്ടപ്പോൾ പരീശപക്ഷത്തു നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നതിന് മുമ്പ് പരീശന്മാരായിരുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പരീശപക്ഷത്തു നിന്ന് വിശ്വസിച്ചവർ. ഇപ്പോഴും അവർ ഞങ്ങൾ പരീശന്മാരായിരുന്നു എന്ന കാര്യത്തിൽ അഭിമാനിച്ചിരുന്നവരാണവർ. പരീശന്മാരിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ഒരു പ്രസിദ്ധനുണ്ട്. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. താനൊരു പരീശനായിരുന്നു. എന്നാൽ തൻ്റെ പരീശത്വത്തെക്കുറിച്ചും തൻ്റെ യഹൂദമതത്തിലുള്ള തൻ്റെ തീക്ഷ്ണതയെക്കുറിച്ചുമൊക്കെ പൗലോസ് പറയുന്നത് ഞാനതൊക്കെ ഛേദമെന്ന്, ചവർ എന്ന് എണ്ണുന്നു എന്നാണ്. എന്നാൽ ഈ പരീശപക്ഷത്തു നിന്ന് വിശ്വസിച്ച ആളുകൾ ഇപ്പോഴും അവരുടെ പഴയ സ്ഥാനത്തെക്കുറിച്ചും പ്രതാപത്തെക്കുറിച്ചും അഭിമാനിച്ചു വരുന്നവരാണ്. അവർ പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ, സുവിശേഷം വിശ്വസിച്ചവർ രക്ഷ പ്രാപിച്ചിട്ടില്ല എന്നാണ്. പരിച്ഛേദനയും വേണം, ന്യായപ്രമാണവും വേണം, എങ്കിലേ അവർ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന്. ഇത് ഒരു വലിയ ദുരുപദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു തർക്കമുണ്ടായി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് പാപമോചനവും നീതീകരണവും എന്ന് പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത പൗലോസിനും ബർന്നബാസിനും മറ്റപ്പോസ്തലന്മാർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല. നമ്മൾ ഇപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ്. അതുമൂലം മാത്രമാണ്. എന്തൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ദൈവം തന്നെ കൊടുത്തതാണെങ്കിൽ പോലും അവയുടെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിയുടെ രക്ഷ നിലനിൽക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് സാക്ഷ്യം പറയുന്ന ഒരാളെ
യാതൊരു കാരണങ്ങളും പറഞ്ഞ് സ്നാനപ്പെടുത്താതിരിക്കരുത് എന്ന് ഇതിനു മുമ്പുള്ള സംഭവങ്ങളിൽ നമ്മൾ കണ്ടു. യെരുശലേമിലെ ആളുകൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച കൊർന്നേലിയോസിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് ഇന്നിന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വന്നാൽ ഞങ്ങൾ സ്നാനപ്പെടുത്താമെന്ന് പത്രോസ് പറഞ്ഞില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരെ സ്നാനപ്പെടുത്തേണ്ടതാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.